ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കിലെ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ 2 ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ക്ലാസ്സുകൾ അയച്ചു കൊടുക്കുക. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: if odds in favor of A solving a problem are 2 to 3 and odds in against B solving the problem are 3 to 5, find the probability for A solving the problem to B solving the problem. Okay, അപ്പൊ ഇവിടെ നമ്മൾ കാണേണ്ടത് എന്താണ്? ഒന്നാമത്തെ കാണേണ്ടത് പ്രോബബിലിറ്റി ഓഫ് A solving the problem ആണ് ഒന്നാമത്തെ കാണേണ്ടത്. A solving the problem. Okay, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് if odds in favor of A ആണ് വരുന്നതെങ്കിൽ അവിടെ 2 to 3 എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ വരുന്ന 2 എന്നുള്ളത് നമ്മൾ മുകളിൽ കൊടുക്കുന്നു. ഓക്കെ, then divided by 2ഉം 3ഉം കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നത് 5 ആണ്. അപ്പൊ ഇവിടെ ഇതിന്റെ പ്രോബബിലിറ്റി ഓഫ് A സോൾവിങ് ദി പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്? 2/5 ആണ്. ഇനി ഇവിടെ ഓഡ്സ് ഇൻ ഫേവർ ഓഫ് A ആണ് പറയുന്നത്. ഇനി എഗെയിൻസ്റ്റ് ആണ് പറയുന്നതെങ്കിലോ, അവിടെ നിങ്ങളോട് ക്വസ്റ്റ്യനിൽ എഗെയിൻസ്റ്റ് ആണ് പറയുന്നതെങ്കിൽ ഇത് ഫസ്റ്റ് 3 വരും, ഡിവൈഡഡ് ബൈ എന്ത് വരും? 5 വരും. 3/5 എന്നാവും. ഇവിടെ ഇൻ ഫേവർ ഓഫ് A ആണ് പറയുന്നത്, ഓഡ്സ് ഇൻ ഫേവർ ഓഫ് A ആണ് പറയുന്നത്. ഓക്കെ, ഇതാണ് ഒന്നാമത്തതിന്റെ ആൻസർ വരിക. ഇനി രണ്ടാമത്തെ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് B സോൾവിങ് ദി പ്രോബ്ലം ആണ്. B സോൾവിങ് ദി പ്രോബ്ലം ആണ് ചോദിക്കുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ടത് B എന്ന് പറയുമ്പോൾ ബിയുടെ കേസിൽ എങ്ങനെയാണ്? ഓഡ്സ് എഗെയിൻസ്റ്റ് ബി സോൾവിങ് ദി പ്രോബ്ലം ആണ്, എഗെയിൻസ്റ്റ് ആണ്. അപ്പൊ എഗെയിൻസ്റ്റ് ആകുമ്പോൾ നിങ്ങൾ എടുക്കേണ്ടത് എന്താണ്? 3 to 5 എന്നതിൽ 5 ആണ് എടുക്കേണ്ടത്. 5 ഡിവൈഡ് ബൈ ഇത് രണ്ടും കൂട്ടുന്നു 8 വരും. ഇവിടെ ഫേവർ ആണ് വന്നതെങ്കിൽ 3 ഡിവൈഡ് ബൈ 8 ആയിരുന്നു വരിക. എഗെയിൻസ്റ്റ് ആവുമ്പോൾ എന്ത് ചെയ്യും? 5 ഡിവൈഡ് ബൈ 8 എന്നാവും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ മാത്രമാണ് ഇത്. അപ്പോൾ നിങ്ങളോട് ക്വസ്റ്റ്യനിൽ ഇതേ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇനി അതല്ലാതെ നിങ്ങൾക്ക് പ്രോബബിലിറ്റി തന്നിട്ട് അതിന്റെ ഇൻ ഫേവർ എന്താണ്, എഗെയിൻസ്റ്റ് എന്താണെന്നുള്ളത് ചോദിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ ക്വസ്റ്റ്യനിൽ ഇത് ക്വസ്റ്റ്യൻ തന്നിട്ടില്ല, നിങ്ങളോട് ചോദിക്കുന്നത് ഇതേ രീതിയിലാണ്. പ്രോബബിലിറ്റി തന്നിട്ട് നിങ്ങളോട് ചോദിക്കുന്നു ഫൈൻഡ് ഓഡ്സ് ഇൻ ഫേവർ ഓഫ് A എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? പ്രോബബിലിറ്റി നിങ്ങളെ ക്വസ്റ്റ്യനിൽ തന്നത് എന്താണ്? 2/5 എന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് ഫൈൻഡ് ഓഡ്സ് ഇൻ ഫേവർ ഓഫ് A എന്നാണ് ചോദിച്ചതെങ്കിൽ നിങ്ങൾ ഇവിടെ ഇതിനെ എങ്ങനെ മാറ്റി എഴുതണം? 2 to 3 എന്നുള്ള രീതിയിലേക്ക് മാറ്റി എഴുതണം. ഓക്കെ, അതെങ്ങനെയാണ് കിട്ടുന്നത്? 2 എന്നുള്ളത് ഈ 2 ആണ് എടുക്കുന്നത്. ഇനി 5 ആണ് ടോട്ടൽ ഉള്ളത്. അപ്പം ബാലൻസ് വരുന്ന 5ൽ നിന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 3 കിട്ടും. അപ്പൊ ഇതിനെ അഗെയിൻസ്റ്റ് ആണ് ചോദിച്ചെങ്കിൽ എങ്ങനെ വരും? 3 to 2 എന്ന് വരും. ഓക്കെ, ഇതേ രീതിയിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ പ്രോബബിലിറ്റി മാത്രം നിങ്ങളോട് ക്വസ്റ്റ്യനിൽ തന്നിട്ട് ഫൈൻഡ് ദി എഗെയിൻസ്റ്റ് ഓഡ്സ് എഗെയിൻസ്റ്റ് ബി സോൾവിങ് ദി പ്രോബ്ലം ആണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾ എങ്ങനെ കാണിക്കണം? ഇവിടെ രണ്ടാമത് എന്ത് വരും? 5 വരും. ഓക്കെ, ഫസ്റ്റ് എന്ത് വരും? 3 വരും. അതായത് 8ൽ നിന്ന് 5 കുറക്കുക, 3 എന്ന് കിട്ടും. ഓക്കെ, അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെങ്കിൽ ക്വസ്റ്റ്യനിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതെങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവില്ല. അതിനു മുമ്പ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ നേരത്തെ അപ്ലോഡ് ചെയ്ത എല്ലാ ക്ലാസ്സുകളും വാച്ച് ചെയ്യുക, എന്നാൽ മാത്രമേ ഈ ക്ലാസ്സുകൾ കൃത്യമായിട്ട് വർക്ക്ഔട്ട് ആവുകയുള്ളൂ. അതായത് ഇവിടെ നിങ്ങളോട് ചോദിച്ചത് എന്താണ്? ഓഡ്സ് ഇൻ ഫേവർ ഓഫ് A തന്നിട്ടുണ്ട്, എന്നിട്ട് പ്രോബബിലിറ്റി ഓഫ് A സോൾവിങ് ദി പ്രോബ്ലം ആണെങ്കിൽ അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് തന്നത് മേലെ കാണിക്കുന്നു, 2 എന്ന് എടുക്കുന്നു, ഡിവൈഡ് ബൈ ഇതിനെ രണ്ടിനെ ആഡ് ചെയ്യുന്നു. ഇനി എഗെയിൻസ്റ്റ് ആണെങ്കിൽ എങ്ങനെ വരും? 3 ആണ് രണ്ടാമത് തന്നതാണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത്. 3/5 എന്നായിട്ട് മാറും. ഓക്കെ അല്ലെ? മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. എട്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ. there are 17 balls numbered from 1 to 17 in a bag. if a person selects one at random, what is the probability that the number printed on the ball be an even number greater than 9? ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? 17 ബോൾസ് ഉണ്ട്. 17 ബോൾസ് ആണുള്ളത്. അതായത് 1 2 3 ഇങ്ങനെ 17 ബോൾസ് തന്നിട്ടുണ്ട്. ഇതില് ഒരു ബാഗിൽ 17 ബോൾസ് ആണുള്ളത്. ഇഫ് എ പേഴ്സൺ സെലക്ട് 1 അറ്റ് റാൻഡം, ഇതിൽ നിന്ന് ഒന്നിനെ എന്ത് ചെയ്യുന്നു? സെലക്ട് ചെയ്യുന്നു. വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ദാറ്റ് ദി നമ്പർ പ്രിന്റഡ് ഓൺ ദി ബോൾ ബി ആൻ ഇവൻ നമ്പർ? ഓക്കെ, ഈ ബോളിന്റെ മുകളിൽ പ്രിന്റ് ചെയ്തത് ഇവൻ നമ്പർ ആകണം, ഗ്രേറ്റർ ദാൻ 9, 9നേക്കാളും കൂടുതലുള്ള ഇരട്ട സംഖ്യ ആകാനുള്ള പ്രോബബിലിറ്റി ആണ്. 17 വരെയാണുള്ളത്. അപ്പൊ ഇവിടെ നമ്മുടെ ഫേവറബിൾ കേസ് എങ്ങനെയാണ് വരുന്നത്? ഫേവറബിൾ കേസ് എന്ന് പറയുന്നത് വരും എങ്ങനെയാണ്? അതായത്
10-നേക്കാൾ മുകളിലുള്ള ഈവൻ നമ്പർ ഒന്ന് 10 വരും, സോറി 9-നേക്കാൾ മുകളിൽ ഈവൻ നമ്പർ 10 വരും ഒന്നാമത്തത്, രണ്ടാമത്തത് 12 വരും, ദെൻ 14 വരും, ദെൻ 16 വരും, ടോട്ടൽ 17 വരെയാണുള്ളത്. അപ്പൊ നമ്മുടെ ഫേവറബിൾ കേസ് ഇവിടെ കിട്ടുന്നത് എത്രയാണ്? 4 ആണ്. ഓക്കെ, ഇനി ടോട്ടൽ നമ്പർ എത്രയാണ്? ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് 17 ആണ്. ടോട്ടൽ നമ്പർ 17 ആണ് വരുന്നത്. ഓക്കെ അല്ലെ? അപ്പൊ ഇവിടെ പ്രോബബിലിറ്റി എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് an even number greater than 9. എന്താണ് ആൻസർ വരിക? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് an even number greater than 9 എന്ന് പറയുന്നത് 4 divided by 17 എന്ന് വരും. ഇതാണ് ഫേവറബിൾ. ടോട്ടൽ 17 ആണ്. ഇപ്പൊ ആൻസർ എങ്ങനെ കിട്ടും? 4 divided by 17 എന്ന് കിട്ടും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് വർക്ക്ഔട്ട് ചെയ്യുക. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ടത് പ്രോബബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ ക്ലാസ്സുകളൊക്കെ വാച്ച് ചെയ്യുക. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പ്രോബബിലിറ്റിയിൽ തന്നെ പുതിയൊരു പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.